അപ്പോൾ അർജുൻ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ലോങ് ടേമിലേക്ക് നല്ല പെർഫോമൻസ് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ. നമ്മൾ 2 സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റീസെന്റ് ആയിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊച്ചി ഷിപ്പ്യാർഡ് പറയാം. കമ്പനി ഒരു മൾട്ടി ബാഗർ റിട്ടേൺസ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതിന്റെ ഏറ്റവും ഓൾ ടൈം ഹൈ എൻട്രി ചെയ്ത ആളുകളും ഫുൾ ഐഡിയ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഫണ്ടമെന്റൽസ് എങ്ങനെ നോക്കാൻ കഴിയാത്ത ഒരാൾ അവരെങ്ങനെ ലോങ് ടൈമിൽ സ്റ്റോക്ക് ചൂസ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ അവർ നോക്കണം? അത് 5000-ലും 6000-ലൊക്കെ നിൽക്കുമ്പോൾ ആളുകൾ കരുതുന്നത് അത് വലിയ പ്രീമിയത്തിലാണ്, ഡിസ്കൗണ്ടിലൊന്നും അല്ല, അത് വാങ്ങിക്കഴിഞ്ഞാൽ മുകളിലേക്ക് പോകില്ല. ആ തോട്ട് തന്നെ ഈ പറഞ്ഞ പോലെ അതൊരു വയർഡ് തോട്ടാണ്. ഹലോ എവരിവൺ. സോ ഇത് നമ്മുടെ പോഡ്കാസ്റ്റ് സീരീസിലെ 2ാമത്തെ എപ്പിസോഡാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് തന്നെ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത്, ഈ വീഡിയോയിൽ കംപ്ലീറ്റ്ലി നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത് 2 കമ്പനീസിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ ആ കമ്പനിയുടെ ഇപ്പോഴത്തെ പെർഫോമൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, ഫ്യൂച്ചറിൽ അത് പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ടോ, അതുപോലെ തന്നെ എത്ര പെർസെൻറ്റേജ് പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്, ഇത്തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മോഡലായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇതൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ ആയിട്ട് ഒരിക്കലും എടുക്കരുത്. ഇത് നമ്മുടെ ഒരു പേഴ്സണൽ അനാലിസിസ് മാത്രമാണ്. അങ്ങനെ മാത്രം ഈ വീഡിയോയെ പരിഗണിക്കുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ അർജുൻ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ലോങ് ടേമിലേക്ക് നല്ല പെർഫോമൻസ് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ. നമ്മൾ 2 സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് പോകുന്നതിന് മുൻപ് ശരിക്കും ഇപ്പം ഫ്യൂച്ചറിൽ നല്ല പെർഫോമൻസ് തരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ മൾട്ടി ബാഗർ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ കണ്ടെത്താൻ എന്തെങ്കിലും വഴികളുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ മെത്തേഡ്സ് ആണ് അർജുൻ ആക്ച്വലി യൂസ് ചെയ്യാറ്? ഞാനൊരു മാജിക്കൽ ഫോർമുല, ഇപ്പോൾ നമ്മളൊരു മൾട്ടി ബാഗർ എന്ന് പറഞ്ഞ ഒരു മാജിക്കൽ ഫോർമുല ഫിക്സഡ് റൂൾസ് വെച്ചിട്ടൊന്നും എവിടെയില്ല. ശരിക്കും പറഞ്ഞാൽ എവിടെയില്ല. അതാണ് ഒബ്വിയസ്ലി എവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് ആൻസർ. പക്ഷേ നമുക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ട കുറച്ച് ഫാക്ടേഴ്സ്, ഇപ്പോൾ നേരത്തെ ചോദിച്ച പോലെ ഞാൻ നോക്കുന്ന കുറച്ച് മെട്രിക്സുകളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഫസ്റ്റ് വരുന്നതാണ് ഫണ്ടമെൻ്റൽ സൈഡ്. അതിൻ്റെ അകത്ത് റവന്യൂ, സെയിൽസ്, ഞാൻ റവന്യൂ പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യും. അതായത് അവർക്ക് എന്ത് ചേഞ്ച് വന്നിട്ടുണ്ട്, ഇയർ ബേസിസിൽ നോക്കും, അതേപോലെ തന്നെ ക്വാർട്ടറിൽ നോക്കും എന്ത് ചേഞ്ച് വന്നിട്ടുണ്ട്. അത് തന്നെ നെറ്റ് പ്രോഫിറ്റിൽ നോക്കും. അവരുടെ ഒരു പ്രൊഡക്റ്റ് ലൈൻ്റെ അകത്ത് നിന്ന് ഏതൊക്കെ സെഗ്മെൻറ്റിൽ നിന്നാണ് റവന്യൂ സൈഡ് വരുന്നത്, അപ്പോൾ അതർ ഇൻകം കൂടുതൽ, അങ്ങനത്തെ ഒരു കേസ് നോക്കും. അതായത് ആ കമ്പനിയുടെ ഒരു ബേസ്, അതായത് സ്ട്രോങ് ആണോ എന്നുള്ളത്, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് സേഫ് ആണോ എന്നുള്ളതാണ് ഒന്ന്, അല്ലേ? മാർജിൻ ഓഫ് സേഫ്റ്റി കിട്ടോ ഇല്ലേ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ അതിന് ഏറ്റവും ബേസ് എന്ന് പറയുന്നത് അവർ ബിസിനസ് ചെയ്യണം, റവന്യൂ കൊണ്ടുവരണം, അത് നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് തന്നെ കൊണ്ടുവരണം. അതാണ് ആദ്യത്തെ ഒരു കാര്യം നോക്കുന്നത്. 2ാമത്തെ കേസ് ഇൻഡസ്ട്രി. അപ്പോൾ നമ്മൾ എൻറ്റർ ചെയ്യാൻ പോകുന്ന കമ്പനി അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഏത് ഇൻഡസ്ട്രിയിലാണ്, അവർ എമർജിങ് സെക്ടറിലുള്ളതാണോ, അല്ലെങ്കിൽ ഗ്രോത്ത് ഉള്ള കമ്പനി അല്ലെങ്കിൽ സെക്ടറാണോ, അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റേബിൾ ആയിട്ട് പോകുന്നൊരു, അത് സൈക്ലിക് ആയിട്ട് മൂവ് ചെയ്യുന്നതാണോ. ഇത് നോക്കിയതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ ഓക്കെ ഫ്യൂച്ചറിസ്റ്റിക്കിലേക്ക് ഉണ്ടോ ഇല്ലയോ, നമുക്ക് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ഒരു കൺവിക്ഷനിലേക്ക് എത്തുന്നത്. 3ാമത്തെ ഒരു കേസ് ഞാൻ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കോമ്പറ്റീറ്റീവ് എഡ്ജ് ആണ്. നമ്മളെ ഇൻഡസ്ട്രിയിൽ, അതെ, കമ്പനിയുടെ ഫൈനാൻഷ്യൽസിലേക്കും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലേക്കും പോയി കഴിഞ്ഞാൽ ആ ഇൻഡസ്ട്രിയിൽ ഇവർക്ക് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഏത് സെഗ്മെൻറ്റോ ഏത് ബിസിനസ്, ഈവൻ നമ്മളെ നാട്ടിൻ പുറത്ത് നമ്മൾ തുടങ്ങുന്ന ഒരു കടയാണെന്നുണ്ടെങ്കിലും ഓപ്പോസിറ്റ് ആരെങ്കിലും നമ്മളെ ടാക്കിൾ ചെയ്യാനുണ്ടോ എങ്കിൽ അവരുമായിട്ട് നമ്മളെങ്ങനെ, അതിൻ്റെ ബേസ് ചെയ്തിട്ട് മാത്രമേ ഗ്രോത്ത് വരുള്ളൂ. അപ്പോൾ കോമ്പറ്റീറ്റീവ് എഡ്ജ് ഞാൻ ചെക്ക് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ അടുത്തൊരു സൈഡ് എന്ന് പറയുന്നത്, നമുക്ക് നല്ല റിട്ടേൺസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എൻട്രി ചെയ്യുന്ന ടൈം, അതിന് ഒരുപാട് റെലവൻസ് ഉണ്ട്. ആ എൻട്രി ചെയ്യുന്ന ടൈം നമുക്ക് പ്രോപ്പർ അല്ലാന്നുണ്ടെങ്കിൽ പോലും സ്റ്റോക്ക് പെർഫോം ചെയ്ത് ഒരുപാട് മുകളിലൊക്കെ എത്തിയിട്ട് ആളുകൾ വാങ്ങിക്കുന്നുണ്ട്. ഒരു റീസെന്റ് ആയിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊച്ചി ഷിപ്പ്യാർഡ് പറയാം. കമ്പനി ഒരു മൾട്ടി ബാഗർ റിട്ടേൺസ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതിന്റെ ഏറ്റവും ഓൾ ടൈം ഹൈ എൻട്രി ചെയ്ത ആളുകളും അതുപോലെ ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. നമുക്ക് എടുത്തു പറയാനാണെങ്കിൽ ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. ആ ഒരു കാര്യം നോക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ഏറ്റവും ഫൈനൽ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കൺവിക്ഷനിലേക്ക് എത്തി. ഓക്കെ, ഈ കമ്പനി ഓക്കെയാണ്, ഫണ്ടമെന്റൽസ് ഓക്കെയാണ്, ഫൈനാൻഷ്യൽ സൈഡ് ഓക്കെയാണ്, ഇൻഡസ്ട്രി ഓക്കെയാണ്, കോമ്പറ്റീറ്റീവ് എഡ്ജ് ഓക്കെയാണ്, ഇതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെയുള്ള പോയിന്റ് എന്ന് പറയുന്നത് വെയിറ്റ് ചെയ്യാം, പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യാം. അതുപോലെ മാനേജ്മെന്റ് സൈഡ്, ഇത് തന്നെ ആ ഒരു ഫണ്ടമെന്റൽ സൈഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാനേജ്മെന്റ് ഇൻക്ലൂഡഡ് ആണ്. കമ്പനീനെ ട്രാക്ക് ചെയ്യും. കാരണം ഇവർ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നമ്മൾ നടത്തണം. ഈവൻ ഇവരുടെ വിഷനും മിഷനും, ഇപ്പോൾ കമ്പനി സൈഡിൽ മാനേജ്മെന്റ് സൈഡ് നോക്കുമ്പോൾ പ്രോപ്പറായിട്ട് നോക്കുന്ന വിഷനും മിഷൻ. അപ്പോൾ ആ വിഷനും മിഷനും നമുക്ക് ആനുവൽ റിപ്പോർട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ അഡ്രസ്സ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ അഡ്രസ്സ് ചെയ്യുന്നതല്ല ഞാൻ നോക്കുന്നത്, പ്രീവിയസ്ലി പറഞ്ഞത് എങ്ങനെയൊക്കെയാണ് ഇവർ പെർഫോം ചെയ്തിട്ടുള്ളത്, അതിലാണ് കാര്യം. പറയുന്നത് അവർ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനുള്ള എഫേർട്ടുകൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടോ. എനിക്കൊന്ന് അതിൽ നല്ലൊരു എക്സാമ്പിൾ നമ്മുടെ സൊമാറ്റോ. അവർ എന്താണ് ഈ ഒരു ഇത്രയും വലിയ റിട്ടേൺസ് തരുന്നതിന് മുൻപ് എനിക്കൊന്ന് 2023 അവരെന്തൊക്കെ കാര്യങ്ങളാണോ വളരെ നമുക്കത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ജസ്റ്റ് ഇത് പ്രസൻറ്റേഷന് വേണ്ടി ക്രിയേറ്റ് ചെയ്തതല്ല, അല്ലെങ്കിൽ ജസ്റ്റ് വെറുതെ പറയുന്നതല്ല. ക്ലിയർ ആയിട്ടുള്ള എന്താ പറയുക വിഷൻ അവർക്കുണ്ട്, അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു എന്താ പറയുക
എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു പ്ലാൻ അവരുടെ അടുത്ത് ഉണ്ട് എന്നുള്ളത് നമുക്കത് കേൾക്കുന്നതിന് മനസ്സിലാവും. യെസ്, അത് തന്നെയാണ് ഒരു കാര്യം. അവർ വിശ്വാസയോഗ്യമാണോ എന്നുള്ളത് അവരുടെ പാസ്റ്റ് പെർഫോമൻസിലൂടെ അവർ പ്രൂവ് ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ വേണമെങ്കിൽ മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ ഒരുപാട് മൾട്ടി ബാഗേഴ്സിന്റെ കഥ പറയും പോലെ തന്നെ ഒരുപാട് വെൽത്ത് ഡിസ്ട്രോയേഴ്സും കൂടി ഈ ഒരു ഇൻഡസ്ട്രിയിലുണ്ട്. അതിൻ്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെയൊക്കെ ആനുവൽ റിപ്പോർട്ട്സിലും പല മിഷനും ഒക്കെ കിടക്കുന്നുണ്ട്. അതൊന്ന് ക്രോസ് ചെയ്യും. അപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് പറയാണ്, ഇപ്പോൾ അനിൽ അംബാനിയുടെ ഒരു കേസ്. അപ്പോൾ അവരൊക്കെ 2016-17 ഒക്കെ നിൽക്കുന്ന സമയത്ത് അവർ ബാങ്ക്രപ്റ്റ് ആവുന്നു 19. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ അവർ പറയുന്നുണ്ട് നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. ഒരുപാട് ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ അവരുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഷെയർ ഹോൾഡേഴ്സിനും ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ പാസ്റ്റ് പെർഫോമൻസ് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർ ആ വാക്കൊന്നും പാലിച്ചിരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു കേസ് നമ്മൾ മാനേജ്മെന്റ് സൈഡിൽ നിന്ന് അതൊക്കെയാണ് നോക്കുക. ഫണ്ടമെന്റൽസ് നോക്കും, മാനേജ്മെന്റ് സൈഡ് നോക്കും, കോമ്പറ്റേറ്റീവ് എഡ്ജ് നോക്കും, ഇൻഡസ്ട്രി നോക്കും. ഓവറോൾ നമ്മളൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് പറയാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മുടെ ക്യാഷ് സേഫ് ആണോ എന്നുള്ളത്, കമ്പനിയുടെ ഫിനാൻഷ്യൽസ് സ്ട്രോങ് ആണോ, ഇത് നമ്മൾ അതെ. അപ്പോൾ ഒന്ന് അത് നമ്മൾ നോക്കും. അതുപോലെ തന്നെ ഫ്യൂച്ചർ നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻഡസ്ട്രീനെ കുറിച്ച് പഠിക്കും. ഓക്കെ, സോ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഓവറോൾ ഒരു ഫോർമുല നമുക്കിപ്പോൾ കിട്ടി. ഫോർമുല എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഫോർമുല എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമ്മൾ തീർച്ചയായിട്ടും ട്രാക്ക് ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ല റിട്ടേൺസ് കിട്ടണം. അപ്പോൾ നല്ല റിട്ടേൺസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ, അതാണ് ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണെങ്കിലും ഈ വീഡിയോയിൽ നമ്മൾ 2 സ്റ്റോക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മുടെ ഒരു ഹോപ്പ് എന്ന് പറയുന്നത്, ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് ഫ്യൂച്ചറാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഫ്യൂച്ചറിൽ നല്ല പെർഫോമൻസ് തരണം. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഓക്കെ ഈ സ്റ്റോക്ക് ഇത്ര പെർസെൻറ്റേജ് ഇത്ര സമയത്തിനുള്ളിൽ അങ്ങനെ നമുക്ക് എന്താണെങ്കിലും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ നല്ല നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് വരാൻ സാധ്യതയുള്ള സെക്ടറുകൾ സെലക്ട് ചെയ്തിട്ട് അതിലേറ്റവും ബെസ്റ്റ് സ്റ്റോക്ക് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള സെക്ടർ എന്ന് പറയുന്നത് റിന്യൂവബിൾ എനർജിയാണ്. സോ അൻസാ പറയൂ, എന്താണ് റിന്യൂവബിൾ എനർജി സെലക്ട് ചെയ്യാനുള്ള റീസൺ? അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ ഗവൺമെൻറ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സെക്ടറാണ് റിന്യൂവബിൾ എനർജി പറയുന്നത്. അതിൽ തന്നെ സോളാർ എനർജി. ഈ റിന്യൂവബിൾ എനർജിയിൽ 57% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സോളാർ എനർജിയാണ്. ഇപ്പോൾ ഗവൺമെൻറ് സൈഡ് നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് പ്രോഗ്രാംസ് ഈ സോളാർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് കൊണ്ടുവന്നുണ്ട്. ഇപ്പോൾ ഫാമേഴ്സിനാണെങ്കിൽ സോളാർ മോട്ടേഴ്സ് വെക്കാനുള്ള പ്രോഗ്രാംസ്, കാരണം അവരിപ്പോൾ കൂടുതൽ യൂസ് ചെയ്യണത് ഡീസൽ പമ്പ്, ഡീസൽ മോട്ടർ ഇതൊക്കെയാണ് യൂസ് ചെയ്യണത് ഫാമിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് പകരം സോളാർ മോട്ടേഴ്സ് അല്ലെങ്കിൽ സോളാർ പമ്പ്സ് വെക്കാനുള്ള പ്രോഗ്രാംസ് കൊണ്ടുവന്നുണ്ട്. അതുപോലെ തന്നെ റൂഫ് ടോപ്പ്, ഇപ്പോൾ നമ്മൾ വീടിൻ്റെയൊക്കെ മേലെ നമ്മൾ സോളാർ പാനൽസ് വെച്ചിട്ടുള്ള പ്രോഗ്രാംസ്. അപ്പോൾ അതുപോലെ തന്നെ ഈ കൊമേഴ്ഷ്യലായിട്ടുള്ള വെറുതെ കിടക്കുന്ന ഒരുപാട് ഏരിയയിൽ നമുക്ക് ഇതുപോലെ സോളാർ പാനൽസ് വെക്കുകയാണെങ്കിൽ അത് ഇൻസെൻറ്റീവും കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വീടിൻ്റെ മേലെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇൻസെൻറ്റീവും കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് തരുന്നുണ്ട്. സോ അതുപോലെ നല്ല രീതിയിൽ ഗവൺമെന്റ് അത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് അത് കുറെ കാലമായിട്ട് ഗവൺമെന്റ് അതിന്റെ പുറകെ തന്നെയാണ്. ഒരു ബഡ്ജറ്റ് വരുന്ന സമയത്തും നമുക്ക് എനർജി സെക്ടറിലേക്ക് കുറെ ഫോക്കസ്. ഈ എനർജി സെക്ടറിൽ തന്നെ ഒരുപാട് സെഗ്മെന്റേഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ സോളാർ, വിൻഡ് പവർ, ഹൈഡ്രോ അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും മേജർ ഷെയർ വരുന്നത് സോളാറിനാണ്. വളരെ പെട്ടെന്ന് പോപ്പുലർ ആവാനും പെട്ടെന്ന് ആളുകൾ യൂസ് ചെയ്യാനും സാധ്യതയുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയാ വലിയ മാർക്കറ്റ് ആവാൻ സാധ്യതയുള്ളത് ഈ സോളാർ ആവാനാണ് സാധ്യത. പിന്നെ മാത്രമല്ല ഗവൺമെൻറ് 2010 NSM എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, ഒരു മിഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു, നാഷണൽ സോളാർ മിഷൻ എന്ന് പറഞ്ഞത്. അതിൽ അവർ ഒരു ഗവൺമെൻറ്റിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ മിഷൻ എന്ന് പറയുന്നത് വേൾഡിൽ തന്നെ ഒരു സോളാർ എനർജി ഇന്ത്യനെ ആക്കി തീർക്കുക എന്നുള്ളൊരു മിഷനാണ് ഈ ഒരു പ്രോഗ്രാമിൽ ഒരു മുന്നോട്ട് വെക്കുന്നത്. സോ ഫ്യൂച്ചർ എന്തായാലും സോളാർ അല്ലെങ്കിൽ ഈ ഒരു റിന്യൂവബിൾ എനർജിയിലുണ്ട്. നല്ല രീതിയിൽ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എക്സാക്ട്ലി എമർജിങ് ആയിട്ടുള്ളൊരു സെക്ടറാണ്. EV ആണ്, അതല്ലാതെ പറയാൻ പറ്റുന്ന ഒരു സാധനം EV ആണ്. അത്ര തന്നെ ഇമ്പോർട്ടൻസിൽ എമർജിങ് ആയിക്കൊണ്ടിരിക്കുന്നത് സോളാറാണ്. EVയുടെ ഒക്കെ പോലെ ചർച്ചകൾ വരും, പോപ്പുലറൈസ് ആവാൻ സാധ്യതയുണ്ട്. അതേപോലെ അതിനുള്ള എല്ലാ മെഷേഴ്സുമാണ് ഗവൺമെന്റ്. നല്ല റിസർച്ചും നടക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതാണ് സെക്ടർ എന്നുള്ളത് പറഞ്ഞു, സെക്ടറിലുള്ള പെർഫോമൻസ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പറഞ്ഞു. ഇനിയുള്ള പൊതുവേ നമുക്ക് കമൻറ്റ് സെക്ഷനിൽ ഇനി വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്, അടുത്ത വർഷം ഇതിൽ പെർഫോമൻസ് ഉണ്ടാവും അല്ലെങ്കിൽ അടുത്ത മാസം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംഭവം. അതിപ്പോൾ എനർജി സെക്ടർ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തല്ലോ. ഈ ഒരു സെക്ടർ നമ്മൾ ഒരിക്കലും അടുത്തൊരു വർഷം നല്ല ബൂമാവെന്ന് പറയുന്നില്ല. നെക്സ്റ്റ് വർഷങ്ങളിൽ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ഒരു സെക്ടറാണ് എനർജി സെക്ടർ. കാരണം നമുക്ക് നല്ല രീതിയിൽ സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ് എനർജി സെക്ടർ. കാരണം ഗവൺമെൻറ്റിൻ്റെ അത്രയും ബാക്കപ്സും സപ്പോർട്ടും ഉണ്ട് ഈ ഒരു
സെക്ടറിനെ. ഓക്കെ ഓക്കെ. അപ്പം പറഞ്ഞു വരുന്നത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള സെക്ടർ എന്ന് പറയുന്നത് ഏത് സമയവും ഒരു ബൂസ്റ്റ് അല്ലെങ്കിൽ ഒരു പിക്കപ്പ് വരാൻ സാധ്യതയുള്ള ഒരു സെക്ടർ ആണെന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മൂവ്മെന്റ്സും നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എമർജിംഗ് ആയിട്ടുള്ള ഒരു സെക്ടർ ആണെന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ഫിൽട്രേഷൻ കഴിഞ്ഞത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, സെക്ടർ സെലക്ട് ചെയ്തു. ഈ സെക്ടറിൽ ഏത് സ്റ്റോക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്? ഓക്കെ, നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള 2 സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒന്ന് വാരി എനർജീസ്, അതേപോലെ തന്നെ പ്രീമിയർ എനർജീസ്. ഇപ്പൊ ഈ 2 കമ്പനീസിന്റെയും പ്രൊഡക്റ്റ് ലൈനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമിലർ ആണ്. ഇപ്പൊ ഇവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സോളാർ സെൽസ്, അതായത് PV സിസ്റ്റംസ് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഫോട്ടോ വോൾട്ടേക് സിസ്റ്റം എന്ന് പറയാം. അതായത് സൺലൈറ്റ് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാണ് ഇവിടെ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇത്. അതിന് യൂസ് ചെയ്യുന്ന സോളാർ സെൽസ് അല്ലെങ്കിൽ മൊഡ്യൂൾസ് യൂസ് ചെയ്തിട്ട് സൺലൈറ്റ് ഡയറക്റ്റ്ലി എന്ത് ചെയ്യുന്നു, ഇലക്ട്രിസിറ്റി ആക്കുന്നു. അതിനുള്ള സെൽസ് ആണ് ഇവർ എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ ഈ ഒരു സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ മാർക്കറ്റ് ഷെയർ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത് വാരി എനർജീസ്. അതേപോലെ തന്നെ സെക്കൻഡ് വരുന്നത് പ്രീമിയർ എനർജീസ്. ഇപ്പൊ ഈ 2 കമ്പനിയും ഇപ്പൊ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൊമാറ്റോ വേഴ്സസ് സ്വിഗ്ഗി എന്നൊക്കെ പറയുന്ന പോലെ ആ ഇൻഡസ്ട്രിയിലെ ടോപ്പായിട്ട് നിൽക്കുന്ന 2 കമ്പനീസാണ്. ഇപ്പോൾ സോളാർ എനർജിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ 2 സ്റ്റോക്കാണ് ലീഡിംഗ് ആയിട്ട് നിൽക്കുന്നതാണ്. ഓക്കെ, അതൊരു റീസൺ. ഇനി അതുപോലെ തന്നെ നമ്മൾ അപ്പോൾ ലീഡിംഗ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളത് ഒരു വളരെ നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നേരത്തെ അർജുൻ പറഞ്ഞ പോലെ തന്നെ കുറേ ഫിൽട്രേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നമ്മുടെ ഈ റവന്യൂ സൈഡും അതുപോലെ തന്നെ ബാക്കിയുള്ള ഈ കമ്പനിയുടെ ഒരു ഫണ്ടമെന്റൽ സൈഡ് നോക്കുമ്പോൾ എങ്ങനെയാണ് ഉള്ളത്? ഈ 2 കമ്പനീസിന്റെയും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലാസ്റ്റ് 1 ഇയറിന്റെ സെയിൽസ് ഗ്രോത്ത്, അതിലൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് നമുക്ക് ഫിൽട്ടർ ചെയ്യുമ്പോൾ തന്നെ, അപ്പോൾ ആ ഇൻഡസ്ട്രി ഫിൽട്ടർ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ കോമ്പറ്റീറ്റർ ആയിട്ട് BHEL, സിസ്റ്റം, അങ്ങനെ ഒരുപാട് കമ്പനീസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെൽസ് അല്ലെങ്കിൽ മൊഡ്യൂൾസ് എന്നൊക്കെ പറയുന്ന ഫിൽട്രേഷൻ, അപ്പോൾ അതിന്റെ കോമ്പറ്റീറ്റർ ആയിട്ട് ഒരുപാട് കമ്പനീസ് വരുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ലാസ്റ്റ് ഇയറിനേക്കാൾ 120% സെയിൽസ് ഗ്രോത്ത് പ്രീമിയർ എനർജീസിലും അതേപോലെ തന്നെ 68% ഗ്രോത്ത് വാരി എനർജീസിലും കാണിക്കുന്നുണ്ട്. അതായത് അവർ നല്ല രീതിയിൽ റവന്യൂ മേക്ക് ചെയ്യുന്നുണ്ട് റീസെന്റ് ലാസ്റ്റ് 1 ഇയർ. അതായത് കമ്പയർ ചെയ്യുമ്പോൾ 2023 നിന്ന് 24 വരുമ്പോൾ ചേഞ്ച് ആണ് ഈ പറഞ്ഞത്. അതായത് ലാസ്റ്റ് 1 ഇയറിന്റെ ഇടയിൽ വന്നിട്ടുള്ള അതിന്റെ മുൻപത്തെ ഇയറിലാണെന്നുണ്ടെങ്കിൽ ഒരു കൺസിസ്റ്റൻസി അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് 3 ഇയർ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. വാരി എനർജീസ് നല്ല പ്രോഫിറ്റ് മേക്ക് ചെയ്തിട്ടുണ്ട്. വാരി എനർജീസിന്റെ സ്പെസിഫിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2023 6,000 കോടിക്ക് മുകളിലൊക്കെ ഉണ്ടായിരുന്ന സെയിൽസ് 11,000 കോടിക്ക് മുകളിൽ എത്തിയിട്ടുണ്ട്. അതേ സ്ഥാനത്ത് തന്നെ നെറ്റ് പ്രോഫിറ്റ് 500 കോടിയിൽ നിന്ന് 1,200 കോടിയിലേക്കാണ്. അതായത് ഒരു നേരത്തെ പറഞ്ഞ 100% അല്ലെങ്കിൽ 60% ഒക്കെ ഗ്രോത്ത് സെയിൽസിൽ വന്നത് ഡയറക്ട്ലി അവരുടെ നെറ്റ് പ്രോഫിറ്റിൽ വിസിബിൾ ആണ്. അതേപോലെ തന്നെ പ്രീമിയർ എനർജീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവരത് നെറ്റ് പ്രോഫിറ്റ് ഒക്കെ മൈനസ് ഫിഗറിലായിരുന്നു ഉണ്ടായിരുന്നത് 2023 കമ്പയർ ചെയ്യുമ്പോൾ. അത് പോസിറ്റീവിലേക്ക് വന്നു. പോസിറ്റീവിൽ 280 crores 250 കോടിയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ലാസ്റ്റ് ഇയർ. അതായത് 2024 മാർച്ച് ക്ലോസ് ചെയ്തിട്ടുള്ളത് 250 കോടിയിലാണ്. അത് മൈനസിൽ നിന്ന് ഒരു കമ്പനി പോസിറ്റീവ് ആയിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അവരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ എഫിഷ്യൻസി നല്ല രീതിയിൽ കൂടിയതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ 2 പോയിന്റാണ് നമ്മൾ ക്ലിയർലി നോക്കിയത്. ഒന്ന് അവരുടെ സെയിൽസിന്റെ ഗ്രോത്ത്, അതേപോലെ തന്നെ അവരുടെ റവന്യൂ, അവർ മേക്ക് ചെയ്യുന്ന റവന്യൂവിൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ നമുക്കത് ഫോളോ ചെയ്യുമ്പോൾ തന്നെ അവരുടെ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ക്വാർട്ടർലി അനലൈസ് ചെയ്യുമ്പോൾ വാരി എനർജീസിൽ കൺസിസ്റ്റന്റ് ഒന്നെങ്കിൽ കൺസിഡർ ചെയ്യുമ്പോൾ ഗ്രോത്ത് ഉള്ള സ്റ്റോക്കുകൾ, നെറ്റ് പ്രോഫിറ്റും അതേപോലെ തന്നെ സെയിൽസും ഗ്രോത്ത് ഉള്ള സ്റ്റോക്കുകൾ കമ്പനീസ് സെലക്ട് ചെയ്യും. അതല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആവണം. ഒരിക്കലും ഡിക്ലൈൻ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഫാക്ടർ കൺസിഡർ ചെയ്യുമ്പോൾ ഹൈലി നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ മാനേജ്മെന്റ് സൈഡ് നോക്കുന്നുണ്ടെങ്കിലും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ്, വളരെ അതിൽ ഈ ഇൻഡസ്ട്രിയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് മാനേജ് ചെയ്യുന്നതും. പിന്നെ മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു കമ്പനിയുടെ ഒരു ഫണ്ടമെന്റൽ സൈഡ് നോക്കുമ്പോൾ നമുക്ക്, അതായത് നമ്മൾ ഇൻഡസ്ട്രി ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞു, ഇൻഡസ്ട്രിയിൽ എപ്പോൾ വേണമെങ്കിലും ഒരു പിക്കപ്പ് വരാമെന്നുള്ളത് നമ്മൾ ആദ്യം കൺഫേം ചെയ്തു. അതിനുശേഷം നമ്മൾ കമ്പനി, അതിലുള്ള ഏറ്റവും ബെസ്റ്റ് കമ്പനി ഏതാണെന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ മാർക്കറ്റ് ഷെയർ ഏറ്റവും കൂടുതലുള്ളത് ഇവരാണ്. അതുപോലെ തന്നെ അതിൽ നല്ല ലീഡേഴ്സ് ആണോ എന്ന് നോക്കുമ്പോൾ അവരും ഈ പറഞ്ഞ പോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമുക്ക് ഹോപ്പ് കൊടുക്കാൻ പറ്റിയ ആളുകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു സൈഡെല്ലാം ഓക്കെ ആണോ? സോ ഇനി നമുക്ക് അറിയേണ്ടത് ഈ 2 സ്റ്റോക്കും ടെക്നിക്കലി എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളതാണ്. ഓക്കെ, എൻട്രി പോയിന്റിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ പ്രീമിയറിൻ്റെ എൻട്രി പോയിന്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ടെക്നിക്കലി കുറച്ചും കൂടെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഔട്ട് ലെവലാണെന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു IPOയുടെ ആ ഒരു ഓപ്പണിംഗ് പ്രൈസ് അല്ലേ, IPO ലിസ്റ്റ് ചെയ്യുന്ന പ്രൈസ് ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്ന അവിടെ ആ ഒരു കൺസോൾട്ടേഷൻ ഫോർമേഷൻ കൺസോൾട്ടേഷൻ ഒക്കെ 2-3 കൂടുതൽ തവണ റിജക്ട് ചെയ്ത ലൊക്കേഷനെയാണ് ബ്രേക്ക് ചെയ്ത് കൺസോൾട്ടേറ്റ് ചെയ്യുന്നത്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു മൂവ്മെന്റ് ടെക്നിക്കലി എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പിന്നെ മാത്രമല്ല, ഞാൻ പൊതുവേ നമ്മൾ ഇത്തരത്തിലുള്ള സ്റ്റോക്ക് വലിയ റിട്ടേൺസ് വരുന്ന സ്റ്റോക്കുകളൊക്കെ നോക്കുന്ന സമയത്ത് ഈ IPO ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഉണ്ടാവുന്ന മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര
ഹ്യൂജ് മൂവ്മെൻറ്റ് ഉണ്ടാവാറുണ്ട്. അത് ബ്രേക്ക് ഔട്ട് മൂവ്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പം IPO ലിസ്റ്റ് ചെയ്യുന്നു, ഒരു ഹൈ അതിന് ശേഷം ജസ്റ്റ് ഒരു ഹൈ ചിലപ്പോൾ ഹൈ വരില്ല, ചിലപ്പോൾ ലോ സൈഡ് പോവാം. അതായത് IPO ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ലിസ്റ്റിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അപ്പം ലിസ്റ്റിംഗ് പ്രൈസിൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നീട് ആ ഒരു ഹൈ അല്ലെങ്കിൽ IPO ലിസ്റ്റ് ചെയ്ത ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പോസിറ്റീവായിട്ട് സാധാരണ കാണാറുണ്ട് പല സ്റ്റോക്കുകളിലും. നല്ല മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യും. അപ്പം അതും കൂടെ ഇതിലൊരു ഫാക്ടറാണ് ആക്ച്വലി. നമ്മുടെ ആ ഒരു ടെക്നിക്കൽ സൈഡ് നോക്കുമ്പോഴും നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു എന്താ പറയുക ഒരു ഇൻഡിക്കേഷൻ കിട്ടുന്നുണ്ട്. അതേസമയം വാരി എനർജീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്മുടെ ബഡ്ജറ്റൊക്കെ വന്നൊരു സമയത്ത് അതിനുശേഷം ഡ്രാസ്റ്റിക് ആയിട്ട് വലിയൊരു മൂവ്മെന്റ് മുകളിലേക്ക് നടന്ന് തിരിച്ചൊന്ന് റിട്രേസ്മെന്റ് താഴേക്ക് വന്നിട്ട് ഏകദേശം കൺസോൾട്ടേറ്റ് ചെയ്ത് ഒരു റിവേഴ്സൽ ഇൻഡിക്കേഷൻ ആണ് കാണിക്കുന്നത്. ലോവർ പ്രൈസ് ആണല്ലോ ആക്ച്വലി. പിന്നെ അത് മാത്രമല്ല ടെക്നിക്കൽ നമ്മൾ വോളിയം ബേസ്ഡ് ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള അനാലിസിസ് ഒക്കെ നോക്കുന്ന സമയത്ത് ഒരുപാട് ക്യാൻഡിൽസിനെ കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ വലിയ ക്യാൻഡിലൊക്കെ ഫോർമേഷനൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ, നമുക്ക് പറയാം ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈയിങ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫോർമേഷൻ ടെക്നിക്കലി കാണുന്നുണ്ട്. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ലോങ് ടേമിലേക്കാണ്. അവിടെ ടെക്നിക്കലിന് യാതൊരു വിധ വാല്യൂസും ഇല്ല, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ SL എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെ വരുന്നുണ്ട്. എന്നാൽ പോലും നമുക്ക് പറ്റിയ മൂവ്മെന്റിന് പറ്റിയിട്ടില്ല, ടെക്നിക്കലി ഷോർട്ട് ടേം ഒക്കെ പറ്റിയിട്ടുള്ള ലൊക്കേഷൻസിലേക്ക് എത്തി നിൽക്കുന്നതും കൂടിയാണ് നമ്മുടെ ഒരു പോയിന്റ്. പക്ഷേ ഈ വാരി സ്റ്റോക്കിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, പ്രശ്നമല്ല ആക്ച്വലി, പക്ഷെ ഒരുപാട് ആൾക്കാർ ഡൗട്ടാണ്. ഓൾമോസ്റ്റ് 2000+ ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. പക്ഷെ ഇത്രയും വലിയ പ്രൈസിലുള്ള സ്റ്റോക്കിൽ നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് അധികം റിട്ടേൺസ് കിട്ടുമോ? അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഒരു 500 രൂപേൻ്റെ സ്റ്റോക്കും ഒരു 2000 രൂപേൻ്റെ സ്റ്റോക്കും, 500 രൂപേൻ്റെ സ്റ്റോക്കിൽ ക്യാഷ് ഇട്ടാലല്ലേ കൂടുതൽ റിട്ടേൺ കിട്ടുക അല്ലെങ്കിൽ കൂടുതൽ പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളൊരു തോട്ട് ഒരുപാട് ആൾക്കാർക്കുണ്ട്. പക്ഷെ അതിനെ പറ്റി എന്താ പറയാനുള്ളത്? അതായത് അതൊരു ബയസ്ഡ് ആയിട്ടുള്ളൊരു തോട്ടാണ് ആക്ച്വലി. നമുക്ക് പ്രൈസ് കൂടുതൽ, ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ഒരു ലോജിക്ക് എങ്ങനെയാണ് ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 500 രൂപയുള്ളൂ എന്നുണ്ടെങ്കിൽ അത് 1000ലേക്ക് എത്താനുള്ള അത്രയും സ്പേസ് അതിനുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ 500 രൂപ ഉള്ളൊരു സ്റ്റോക്കുണ്ട്, ഒരു 2000 രൂപ ഉള്ളൊരു സ്റ്റോക്കുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ 500ൻ്റെ കൂടുതൽ എടുക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് വരും. അപ്പോൾ നമ്മൾ ചീപ്പസ്റ്റ് ആയിട്ടുള്ള പ്രൈസ് നമ്മൾ മേടിക്കുന്നു എന്ന് നമ്മൾ അറിയാതെ നമ്മൾ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്നല്ലാതെ ഇത് വേറെ യാതൊരു വിധ ലോജിക്കും ഇല്ല. അത് മാത്രമല്ല ഈ ഒരുപാട് നല്ല സ്റ്റോക്കുകൾ, നല്ല റിട്ടേൺസ് എന്ന സ്റ്റോക്കുകളൊക്കെ 2000-3000 പ്രൈസിലേക്കുള്ള ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. ഇപ്പോഴത്തെ റീസെൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 6 മാസത്തെ ആക്ടിവിറ്റിയിൽ ഷോർട്ടായിട്ട് ഇപ്പോൾ ഞാൻ തന്നെ നമ്മളെ കമ്മ്യൂണിറ്റീസിലും അതേപോലെ തന്നെ നമ്മളെ സ്റ്റോക്ക് മാർക്കറ്റ് കേരളയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ DSE, CDSL, അതേപോലെ തന്നെ BSE ഓൾമോസ്റ്റ് ലാസ്റ്റത്തെ ഒരു 6 മന്ത് കൊണ്ട് 100% കവർ ചെയ്യും. ഞാൻ ആ കണ്ടന്റ് ചെയ്യുന്ന സമയത്ത് 2400-2500 പ്രൈസ് ലാസ്റ്റ് ഡേയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ ക്ലോസിംഗ് പറയുകയാണെന്നുണ്ടെങ്കിൽ 5200 മേലെത്തി. 100% 6 മന്ത് കൊണ്ട് 100%. ഇതിന്റെ ഇടയിൽ പറഞ്ഞ വാറും ഇഷ്യൂസും 10-12% നിഫ്റ്റി ഒക്കെ താഴെ വന്നിട്ടുണ്ട്. അവിടെയാണ് ഈ 2000-ന് മുകളിലുള്ള സ്റ്റോക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. അങ്ങനെ CDSL ഈ പറഞ്ഞ പോലെ ലാസ്റ്റത്തെ ഒരു 6 മന്ത് കൊണ്ടൊക്കെ അതിന്റെ മുകളിലൊക്കെ ഒരു ഓൾമോസ്റ്റ് 100% നിയർലി കിട്ടി. അതിന് റീസണും ഉണ്ട്. ഈ പറഞ്ഞ പോലെ സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്സും ആണ്. അവർക്ക് അതിൻ്റെതായുള്ള ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മറ്റേ ഡിക്സൺ ടെക്നോളജീസ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് 3000 എനിക്കൊന്നും ഇപ്പം 18,000 കിടക്കുന്നത്. 17-18 ആ റേഞ്ചിൽ ഇപ്പോഴും പുള്ളിഷാണ്. അത് 5000-6000 നിൽക്കുമ്പോൾ ആളുകൾ കരുതുന്നത് അത് വലിയ പ്രീമിയത്തിലാണ്, ഡിസ്കൗണ്ടിലൊന്നും അല്ല, അത് വാങ്ങിക്കഴിഞ്ഞാൽ മുകളിലേക്ക് പോകില്ല. ആ തോട്ട് തന്നെ ഈ പറഞ്ഞ പോലെ അതൊരു വൈഡ് തോട്ടാണ്. ഇപ്പൊ നമുക്ക് ഈവൻ ഇനിയിപ്പോൾ 500 രൂപയുടെ സ്റ്റോക്ക് ആണെങ്കിലും 2000 രൂപയുടെ സ്റ്റോക്ക് ആണെങ്കിലും 10,000 ഒരാൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് എത്ര പെർസെൻറ്റേജ് മൂവ് ചെയ്തു അതിനനുസരിച്ചാണ് നമ്മളെ പോർട്ട്ഫോളിയോ മൂവ് ചെയ്യുന്നത്. നമ്മൾ നോക്കുന്ന സമയത്ത് 2000-ലേക്ക് എത്താൻ ഇനി ഒരുപാട് പ്രൈസ് ഉണ്ട് എന്നുള്ള ആ ഒരു ന്യൂമറിക്കൽ തോട്ടിലാണ് നമ്മൾ ആ ഒരു ന്യൂമറിക്കൽ ഫിഗറിലാണ് നമ്മൾ ചിന്തിക്കുന്നത് മാത്രം. പക്ഷെ ഇതേ സെയിം സാധനം 10% ഏതാണോ മൂവ് ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ 10% നമ്മൾ പോർട്ട്ഫോളിയോ അപ്പാവും. അതിപ്പോൾ 2000-ന്റെ സ്റ്റോക്ക് 10% മൂവ് ചെയ്താൽ നമ്മുടെ പോർട്ട്ഫോളിയോ 10% അപ്പാണ്. അത് 500-ന്റെ ആണെങ്കിൽ അപ്പാണ്. അത്രേ ഉള്ളൂ മാറ്റം. നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. നമ്മളിപ്പോഴും ആ ഒരു ചെറിയ തോട്ടാണ്. പക്ഷേ ആൾക്കാർ വിചാരിക്കുന്നത് 10,000 രൂപ കയ്യിലുണ്ട്, 500 രൂപയുടെ സ്റ്റോക്ക് കിട്ടിയാൽ ഒരുപാട് സ്റ്റോക്ക് നമുക്ക് കിട്ടൂലേ, 2000 ആണെങ്കിൽ അധികം സ്റ്റോക്ക് നമുക്ക് കൈ കിട്ടില്ല എന്നുള്ള തോട്ടൊക്കെയാണ് അതുള്ളത്. പക്ഷെ അതിലൊന്നും കാര്യമില്ല. അത് നമ്മൾ ഈ പ്രൈസ് എന്നുള്ളൊരു സംഭവം മാറ്റിയിട്ട് പെർസെൻറ്റേജ് എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് മാറിക്കഴിഞ്ഞാൽ പ്രശ്നം തീരും. പിന്നെ ചില ആളുകൾക്ക് പൈസ ഇല്ലാത്തവരുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ 17,000 റുപ്പീസ് വരുന്ന ഒരു സ്റ്റോക്ക് മേടിക്കാൻ ചില പൈസ, അങ്ങനത്തെ ആളുകളുണ്ട്. ചില ആളുകൾ അങ്ങനെ ഉണ്ട്. പക്ഷെ എങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ പെർസെൻറ്റേജിൻ്റെ ഒരു മൈൻഡ് സെറ്റിലായി കഴിഞ്ഞാൽ ഈ ഒരു ഇഷ്യൂ പോകുന്നേ ഉള്ളൂ. എങ്കിലും അതൊരു നമുക്ക് സ്റ്റോക്ക് ഫിൽറ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കിപ്പോൾ 2 സ്റ്റോക്ക് കിട്ടി, രണ്ടും പോസിറ്റീവാണ്,
പക്ഷെ ഒന്നിന് ഈ പറഞ്ഞ പോലെ പ്രൈസ് 500-ഉം 2000 കുറഞ്ഞ വിലകള് എടുക്കുള്ളൂ. പ്രിഫർ ചെയ്യും. സോ ആയിട്ട് അതിന് കുറേ സമയം ഇവിടെ നമ്മുടെ അടുത്തുള്ള 2 സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് 2800-ന്റെ അടുത്ത് ട്രേഡ് ചെയ്യുന്നു, ഒന്ന് 1200-ന്റെ അടുത്ത് ആ ഒരു റേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നു. അപ്പോൾ രണ്ടാണെന്നുണ്ടെങ്കിലും 1000-ന്റെ മുകളിൽ ഒരു 4 ഫിഗർ വരുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് ഇങ്ങനെ ഒരു തോട്ട് വരികയാണെന്നുണ്ടെങ്കിലും ഞാനിപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത് പെർസെൻറ്റേജിലേക്ക് ആളുകളെ മൈൻഡ് സെറ്റ് കൺവേർട്ട് ആവുന്നിടത്തോളം മാത്രമേ ലോങ് ടേം വർക്കൗട്ട് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു കൺസേൺ നമ്മൾ സോൾവ് ചെയ്തു. സോ നെക്സ്റ്റ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കൺസേൺ ആണ് ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഇതൊരു നല്ലൊരു കൺസേൺ ആണ്. അപ്പോൾ നമ്മളൊരു നല്ലൊരു 1 ഇയർ 2 ഇയറിലേക്കൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്യാമെന്ന് വിചാരിച്ചോ, നല്ല അത്യാവശ്യം മൂവ് ചെയ്തു. പക്ഷേ ഇത് ഏത് സമയത്ത് എക്സിറ്റ് ചെയ്യണം? അല്ലെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിലൊരു എക്സാമ്പിൾ ഒരു വാർ വന്നു വിചാരിക്കാം, ഒരു താൽക്കാലിക ക്രാഷ് പോലെ ഉണ്ടാവും മാർക്കറ്റിൽ. ആ സമയത്ത് ഇത് എക്സിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഇനി ഇത് ഹോൾഡ് ചെയ്യണം, അങ്ങനത്തെ ഒരുപാട് കൺസേൺസ് ഉണ്ടാവും. സോ ഇതിനെന്താണ് നമുക്ക് പറയാനുള്ളത്? നമ്മൾ ആക്ച്വലി ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനുള്ള ആൻസർ എന്ന് പറയുന്നത് നമ്മൾ തീരുമാനിക്കണം നമ്മുടെ ടൈം ഫ്രെയിം ഏതാണ്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു സ്റ്റോക്ക് ബൈ ചെയ്യുന്നുണ്ട്. ആ സ്റ്റോക്ക് നമ്മൾ ഏത് ടൈം ഫ്രെയിമിലേക്കാണ് ബൈ ചെയ്യുന്നത്? നമ്മൾ ഇൻട്രാഡേ ലെവലിലാണോ അല്ലെങ്കിൽ ഷോർട്ട് ടേം ആണോ? ഷോർട്ട് ടേം ആണെന്നുണ്ടെങ്കിൽ എത്ര മന്തിലേക്കാണ് പ്ലാൻ ചെയ്യുന്നത്, എത്ര ഇയറിലേക്കാണ്, ലോങ് ടേമിലേക്കാണോ? ഇത് ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ഒരു കൺഫ്യൂഷൻ മാറും. കാരണം ഇപ്പം വാറ് വരുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈവൻ മാർക്കറ്റ് ക്രാഷ് ആണെങ്കിൽ പോലും നമ്മൾ ലോങ് ടേമിലേക്ക് നോക്കുമ്പോൾ അതൊരു ടെമ്പററി കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മളൊരു 10 ഇയേഴ്സിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ക്രാഷോ എന്തോ വന്നോട്ടെ അത് തിരിച്ച് കയറിപ്പോയും. അപ്പോൾ നമ്മളതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് അതിൽ ആവറേജ് ചെയ്യുക. നല്ല പ്രൈസിൽ കിട്ടി കഴിഞ്ഞാൽ ആവറേജ് ചെയ്യുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ എല്ലാവരും കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസിനെയാണ് ആളുകൾ നോക്കി കാണുന്നത്. ലോങ് ടേം വിഷൻ എപ്പോഴും പ്രൈസിലല്ല, ബിസിനസ്സിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സെക്ടറാണ്, കമ്പനിയാണ്, അവിടുത്തെ ആ ഫിൽട്രേഷൻ ആണ് നമ്മൾ നോക്കി കാണേണ്ടത്. ഈവൻ ഇനിയിപ്പോൾ ഒരു ക്രാഷോ അല്ലെങ്കിൽ ഒരു കറക്ഷനോ ഒന്നും നടക്കുന്നില്ല, അവിടെയും നമുക്ക് എക്സിറ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പനി മോശമായിട്ട് പെർഫോം ചെയ്യുന്നത് കണ്ടിന്യൂസ്ലി നെഗറ്റീവിലേക്ക് പോവുക, നെഗറ്റീവിലേക്കോ അല്ലെങ്കിൽ ഡിക്ലൈൻ ആവുക, റവന്യൂ ഡിക്ലൈൻ ആവുക, സെയിൽസ് ഡിക്ലൈൻ ആവുക. ഈ ക്യാഷ് എന്ന് പറയുന്ന എലമെന്റ്, നമ്മളെ ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള എലമെന്റ് കുറയുന്നത് അല്ലെങ്കിൽ കമ്പനി വീക്ക് ആവുന്നതാണ് ഇതിന്റെ എക്സിറ്റ് പോയിന്റ്. എക്സാക്ട് എക്സിറ്റ് പോയിന്റ് അതാണ്. അതല്ലാത്ത പക്ഷം ഇനി മാർക്കറ്റിൽ എന്ത് തന്നെ എക്കണോമിക് കൺസേൺസ് ഉണ്ട്, പക്ഷെ അത്രയൊന്നും വേഴ്സ് സെനാരിയോയിലേക്ക് നമ്മളെ എക്കണോമി നീങ്ങേണ്ട ഒരു സ്റ്റേജ് ഒന്നും എത്താത്ത പക്ഷം നമുക്ക് കമ്പനി വീക്ക് അല്ലെങ്കിൽ എത്ര വേണമെങ്കിലും ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇൻട്രാഡേക്ക് ആണെങ്കിലും ഓക്കെ, അന്നത്തെ ദിവസം തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്യണം. ഈവൻ ഇനിയിപ്പോൾ ഷോർട്ട് ടേം ആണെങ്കിൽ ഒരു 1 to 3 months വരെയൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്തു പെർഫോം ചെയ്താലോ ഇല്ലെങ്കിലോ നമ്മൾ അതിന് ലീവ് ചെയ്യുന്നു. ഇവിടുത്തെ കൺസേൺ അങ്ങനെയല്ല. ഇവിടെ കമ്പനി എത്രത്തോളം പെർഫോം ചെയ്യുന്നു അത്രയും നമുക്ക് പോവാം. സോ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണെങ്കിൽ നമ്മളൊരു ടൈം ഫ്രെയിം ഫിക്സ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ വരുന്ന മാർക്കറ്റ് ഇവൻറ്റ്സ് ആയാലും അല്ലെങ്കിൽ ക്രാഷസ് ആയാലും നമ്മളത് ബോധേണ്ട ആവശ്യമില്ല. അതെ. അതായത് നമ്മൾ ഇപ്പം ചെറിയ ടൈം ഫ്രെയിം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബോധർ ചെയ്യണം. അതായത് നമുക്ക് കറക്റ്റായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഒക്കെ കാണും. കാരണം വേറെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓരോരോ ഇയറിലും പല പല സെക്ടേഴ്സാണ് പെർഫോം ചെയ്യുക. അപ്പോൾ നമ്മൾ ഷോർട്ട് ടൈം ട്രേഡിംഗ് ആണ്, ഒരു 1 year ടൈം ഫ്രെയിം ആണെന്നുണ്ടെങ്കിൽ 1 വർഷം ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ 2 വർഷം ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ 2 വർഷം ഹോൾഡ് ചെയ്യുക. അതിനുശേഷം അടുത്ത സെക്ടർ ഏതാണോ നോക്കുക, അല്ലെങ്കിൽ വേറെ സെക്ടർ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിലേക്ക് മാറ്റുക നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ അതിൽ നമുക്ക് ഇൻ കേസ് നല്ലൊരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു 1 year ഇൻവെസ്റ്റ് ചെയ്തു, അതിൽ അത്യാവശ്യം നല്ലൊരു ഹൈ ലെവലിൽ എത്തി അല്ലെങ്കിൽ മാക്സിമം പൊട്ടൻഷ്യൽ എത്തി പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒരു ടാർഗറ്റ് എന്താണ് നമ്മുടെ ഉദ്ദേശം എന്നുള്ളത് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റോക്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സെക്ടർ എനിക്കൊന്ന് ലോങ് ടേമിലേക്ക് തന്നെ വർക്കൗട്ട് ആവുന്ന ഒരു സെക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 5 year അല്ലെങ്കിൽ 10 years വരെയൊക്കെ നമുക്കിത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കാണ്. അതിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ നമ്മൾ എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ കുറച്ച് പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞു, അവരുടെ ഫിനാൻഷ്യൽസ്, അവിടെ റവന്യൂ, സെയിൽസ് കാര്യങ്ങളൊക്കെ, ക്യാഷ് ഫ്ലോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമ്മളിത് എക്സിറ്റ് ചെയ്തിട്ട് ഒന്നെങ്കിൽ ഈ സെക്ടറിൽ തന്നെയുള്ള വേറെ സ്റ്റോക്കിലേക്ക് മാറാം, വേറെ സ്റ്റോക്കിലേക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റാം. അതല്ലെങ്കിൽ കംപ്ലീറ്റ്ലി സെക്ടറിലും കൂടെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് വേറെ സെക്ടറിലേക്ക് പോവുകയാണെങ്കിൽ അങ്ങനെ. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ പ്രൈസിന് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യാതെ കമ്പനിയിലേക്കും ബിസിനസ്സിലേക്കും വരും. അവിടെ കുറവുകൾ വരികയാണെന്നുണ്ടെങ്കിൽ യെസ് ദർ ഇസ് ആൻ ഇൻഡിക്കേഷൻ. ഇപ്പോൾ അവിടെ ഈവൻ മാർക്കറ്റ് ഹൈലി പോസിറ്റീവായി പെർഫോം ചെയ്യുമ്പോഴൊക്കെയാണ് കമ്പനി വീക്ക് ആവുന്നത്. അപ്പോൾ നമ്മൾ അറിയണം, ഓക്കെ ഇവർക്ക് എന്താണ് ഈ ഒരു ക്വാർട്ടറിൽ വന്നിട്ടുള്ള ഇഷ്യൂ, അല്ലെങ്കിൽ ഇയർ ഓൺ ഇയറിൽ എന്താണ് ഇഷ്യൂ. അങ്ങനെ ഡിക്ലൈന് കണ്ടിന്യൂസ്ലി വരിക. ഇനി മാനേജ്മെന്റ് സൈഡ്, നേരത്തെ നമ്മൾ പറഞ്ഞ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള മാനേജ്മെന്റ് സൈഡിൽ ഇപ്പോൾ ഈവൻ അലിഗേഷൻസ് വരിക, ഫ്രോഡ്ലൻഡ്, അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റി കാണുക, അതൊക്കെയാണ് നമ്മളെ ലോങ് ടേം എക്സിറ്റ് പോയിന്റുകൾ. ഇവിടെ ഒരു പ്രൈസിൽ ഒരു എക്സിറ്റ് ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസിൽ ഒരു എക്സിറ്റ് നമുക്കില്ല. ഷോർട്ട് ടൈം കേസിലേക്ക് തീർച്ചയായിട്ടും അവിടെ എക്സിറ്റ് പോയിന്റുകൾ കാണാം. ട്രേഡ് ചെയ്യുമ്പോണ്ടെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചേ തീരുള്ളൂ, നമ്മളെ ക്യാപിറ്റൽ സേഫ് ആക്കിയേ തീരുള്ളൂ. ഓക്കെ, ഇപ്പം നമ്മളിവിടെ
മാനേജ്മെൻറ്റ് സൈഡ് ലോങ് ടൈമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കമ്പനീൻ്റെ മാനേജ്മെൻറ്റ് സൈഡ് എങ്ങനെയാവണം നമ്മൾ ഡിസ്കസ് ചെയ്തു, സെയിൽസ് ഡിസ്കസ് ചെയ്തു, റവന്യൂ സൈഡ് ഡിസ്കസ് ചെയ്തു, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. പക്ഷെ നമ്മൾ ഈ പോഡ്കാസ്റ്റ് കാണുന്ന പലർക്കും ഇത്രയും കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ കഴിയണമെന്നുണ്ടാവില്ല. ഒരു കോമൺ മാൻ അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഫുൾ ഐഡിയ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫണ്ടമെൻ്റൽസ് എങ്ങനെ നോക്കാൻ കഴിയാത്ത ഒരാൾ അവരെങ്ങനെ ലോങ് ടൈമിൽ സ്റ്റോക്ക് ചൂസ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ അവർ നോക്കണം? അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവം ഒന്നുമല്ല. ഇപ്പോൾ നമുക്കൊരു ബിസിനസ് പഠിക്കാൻ പറ്റുന്ന ഒരാൾക്ക് ആക്ച്വലി ഇപ്പോൾ ഒരുപാട് വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്. ഭയങ്കര സിമ്പിളും അല്ല. നമ്മൾ എന്താണെങ്കിലും കുറച്ച് ടൈം അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളൊന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പം ഭയങ്കര നമ്പേഴ്സിൽ ഭയങ്കര ബ്രില്യൻ്റ് ആവുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫിനാൻഷ്യൽസ് നോക്കാൻ അറിയുന്ന അങ്ങനെയൊന്നും ആക്ച്വലി ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ നല്ല രീതിയിലൊരു കമ്പനിയുടെ ഫിനാൻഷ്യൽസ് നോക്കാൻ അറിയുന്ന ഒരാൾക്ക് മാർക്കറ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ CA ഒക്കെ പഠിച്ച ആളുകൾ പ്രോഫിറ്റബിൾ ആണ്, അല്ലെങ്കിൽ അവർ എടുക്കുന്നതൊക്കെ മൾട്ടി ബർഗേഴ്സ് ആണ്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഇതിൽ നമുക്ക് എന്താ വെച്ചാൽ അത് സിമ്പിൾ ലോജിക്ക്. ശരിക്കും പറഞ്ഞാൽ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മെയിനായിട്ട് നമ്മൾ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്തായിരിക്കും ട്രെൻഡ്, അത്തരത്തിൽ കുറച്ചുകൂടി ഒരു ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കാണ് ആക്ച്വലി ഇതിൽ വരുന്നത്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒന്നത് നമുക്കൊരു വിഷൻ, നമ്മൾ ഒന്ന് ചുറ്റുപാടൊക്കെ ഒന്ന് നിരീക്ഷിക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു മോഡലാണ് നമ്മൾ പിടിക്കേണ്ടത്. അപ്പം തന്നെ നമുക്ക് ഏകദേശം ഏതാണ് പെർഫോം ചെയ്യാൻ കിട്ടും. പിന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കമ്പനി സെലക്ട് ചെയ്യുന്ന ഒരു പാർട്ട് വരുമ്പോഴാണ് നമുക്ക് ഈ ഫിനാൻഷ്യൽസിനെ കുറിച്ചൊക്കെ അറിയേണ്ടത്. അപ്പം അതിന് പല വഴികൾ ഇപ്പം ഓൾറെഡി ഉണ്ട്. പല വെബ്സൈറ്റും വളരെ സിംപ്ലിഫൈ ആയിട്ട് കൊടുക്കുന്നതുണ്ട്. അതിൽ ഈ ഒരു കമ്പനിയിലേക്ക് സ്പെസിഫിക്കലി എത്തുന്നതിന് മുമ്പ് നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, എൻവയോൺമെന്റ്. ഗവൺമെന്റ് ഫോക്കസ് എങ്ങോട്ടാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറേയൊക്കെ സെക്ടർ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അതിന് പറഞ്ഞ പോലെ ബഡ്ജറ്റ് അല്ലെങ്കിൽ ന്യൂസ്, റെലവൻ്റ് ആയിട്ട് വരുന്ന ന്യൂസുകളൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് സെക്ടർ ഏതാണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് ഫോക്കസ് ചെയ്യുന്ന സെക്ടർ ഏതാണ് നമുക്ക് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെ ഫിംഗർ ടിപ്സിൽ അവൈലബിൾ ആണ്. ഈവൻ ഒരു ChatGPT ഉണ്ടെങ്കിൽ പോലും സിമ്പിളായിട്ട് പറഞ്ഞുതരും, ഓക്കെ ഈ സെക്ടറിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ചലഞ്ചസ് ഉണ്ട്, അതേപോലെ തന്നെ ഇതുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞുതരും. പിന്നെ വരുന്നത് കോൺസ്റ്റന്റ് ട്രാക്കിംഗ് ആണ്. ഈ ഇപ്പോൾ നമ്മൾ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലോ ഇയർ ഓൺ ഇയറിലോ ഇത് ട്രാക്ക് ചെയ്യണം, കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പേഷ്യൻസ് ആയിട്ടിരിക്കണം. അതായത് നമ്മൾ ഏത് കമ്പനിയാണോ നമ്മൾ സെലക്ട് ചെയ്തത് അതിനെക്കുറിച്ച് നല്ല രീതിയിൽ പഠിക്കുക. അത് ഫിനാൻഷ്യൽസ് അല്ലെങ്കിൽ ആ ഒരു ഈ പറഞ്ഞ പോലെ റേഷ്യോസും കാര്യങ്ങളും അതിലും ഭയങ്കര എക്സലൻസ് വേണമെന്നില്ല. അവിടെ എക്സലൻസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലിമിറ്റേഷൻസും കൂടും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അത്ര എക്സ്പെർട്ടൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഹൈ എൻഡ് പ്രൊഫഷണൽസ് ആണ് മാർക്കറ്റിൽ കംപ്ലീറ്റ് മൾട്ടി ബാഗേഴ്സും ഹോൾഡ് ചെയ്യേണ്ടതും ഔട്ട് ചെയ്യേണ്ടതും. അവർക്കൊരു പരിധി കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ആണ്, ഒരു പരിധിയിൽ താഴെ വന്നാൽ അണ്ടർ വാല്യൂഡ് ആണ്. ഈ മെട്രിക്സിന്റെ അകത്ത് മാത്രമേ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് പറ്റില്ല. അതിന് പറഞ്ഞ പോലെ കുറച്ചുകൂടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ശരിയാണ്. നമ്മൾ ഈ സ്റ്റോക്ക് തന്നെ നമ്മൾ ഭയങ്കര ഇന്നർ സൈഡിലേക്ക് അല്ലെങ്കിൽ ഭയങ്കര കീനായിട്ട് ഒബ്സർവ് ചെയ്ത് ആ ടെക്നിക്കൽസിന്റെ ഓരോ പ്രോഫിറ്റും ലോസും ക്യാഷ് ഫ്ലോ ഓരോ മന്തിൽ അങ്ങനെ റേഷ്യോസിലേക്ക് കുറേ കൂടി സ്ട്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊരു പോയിന്റ് കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് ഇന്ന് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള 2 സ്റ്റോക്കും ചിലപ്പോൾ നമ്മൾ അവിടെ തന്നെ വെച്ചിട്ട് ഓക്കെ ഇനി ഇതൊന്ന് കറക്റ്റ് ഇതിന്റെ മെട്രിക്സ് ഇതാണ് 15%. ഇപ്പൊ ക്യാഷ് ഫ്ലോ മൈനസ് ആവാന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു നെഗറ്റീവ് സംഭവമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ നമ്മളിന്ന് സെലക്ട് ചെയ്തില്ല പ്രീമിയർ എനർജിയുടെ ക്യാഷ് ഫ്ലോ മൈനസാണ്. പക്ഷെ എന്നാലും നമ്മളത് സെലക്ട് ചെയ്തു. അതായത് നമ്മൾ ലോജിക് കുറച്ചും കൂടെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഈ ഇൻഡസ്ട്രി സെലക്ട് ചെയ്തിട്ടുണ്ട്, അതിൽ ബെറ്ററാണ്. ഈ ഫിനാൻഷ്യൽസ് എന്ന് പറഞ്ഞാൽ ഓരോ ഇയറിലും ഇത് മാറും, ഓരോ ക്വാർട്ടറിലും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നമ്മളെന്താ വെച്ചാൽ നമുക്ക് ഒരു ബേസ് വേണം. ഇപ്പോൾ ക്യാഷ് ഫ്ലോ മൈനസ് ആയി, ഓക്കെ എന്തുകൊണ്ട് മൈനസ് ആയി, അപ്പോൾ അതിന് പ്രോപ്പർ ആയിട്ടുള്ള റീസൺ ഉണ്ടെങ്കിൽ ആൻസർ കണ്ടെത്തുന്നതിലാണ് ലോങ് ടേമിന്റെ ഗെയിം കിടക്കുന്നത്. അത് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാനും പറ്റണം. അപ്പോൾ നമുക്ക് റീസണബിൾ അല്ല, അവരുടെ ഈ കിടക്കുന്ന റവന്യൂല് അതർ ഇൻകാണ് കൂടുതൽ, അവരുടെ മെയിൻ ബിസിനസ് വിട്ടിട്ട് അവർ വേറെ എന്തെങ്കിലുമൊക്കെയാണ് ഗെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് അത്ര പോസിറ്റീവ് സൈൻ. അതിന് നല്ലൊരു എക്സാമ്പിളാണ് മറ്റേ സുസിലോണിന്റെ ഫിനാൻഷ്യൽസ് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും സുസിലോൺ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യില്ല. പക്ഷെ എങ്കിലും അത് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ്സ് ആണെന്നല്ലോ ഞാൻ പറയുന്നത്. പക്ഷേ എങ്കിലും അത് റിട്ടേൺസ് തന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ റിട്ടേൺസ് തരുന്നത് നമ്മളെല്ലാം നോക്കണം, സൈക്കോളജി നോക്കണം, ആളുകളുടെ സൈക്കോളജി നോക്കണം, ഏത് സമയത്താണ് ഈ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുന്നത്. അങ്ങനെ ഒരുപാട് ഈ ഫിനാൻഷ്യൽസിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതും കൂടെ നമ്മൾ ഇതിനെ ക്ലബ് ചെയ്ത് ഈ ഫിനാൻഷ്യൽസ് ഒരു ലോജിക്കൽ സൈഡിൽ നോക്കണം. അങ്ങനെ അതിൽ പ്രൊഫഷണൽ ആവാതിരിക്കാം, ടെക്സ്റ്റ് ബുക്ക് പഠിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി ആവാതിരിക്കാം. സോ ഒന്നുകൂടി സിംപ്ലിഫൈഡ് ആണെങ്കിൽ ഒരു കോമൺ മാന് ലോങ് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ആദ്യം ചുറ്റുപാട് നോക്കിയാൽ മതി. ഏതൊരാൾക്കും അറിയാവുന്നതാണ് ഇനി അങ്ങോട്ട് EV ആയിരിക്കും എന്നുള്ളത്, അല്ലേ? എല്ലാവർക്കും അറിയാം.
അപ്പോൾ EV റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസ് നോക്കുക, ആ സെക്ടറിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കമ്പനീസ് നോക്കുക, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇത്ര കാര്യം ചെയ്താൽ മതി. യെസ്, അതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ EV നമുക്ക് എന്താണെങ്കിലും ഫ്യൂച്ചറാണെന്നുള്ളത് അറിയാം. അപ്പോൾ ഇവിടെ ഒരു ടൈം ഫ്രെയിം എന്നുള്ളൊരു സാധനം കൂടെ ഇതിൻ്റെ അടിയിൽ വരുന്നുണ്ട്. എപ്പോൾ ഇത് റിട്ടേൺ തരും, അതൊരു ക്വസ്റ്റ്യനാണ്. അത് നമുക്ക് EV ഫ്യൂച്ചറാണ് ഡെഫിനറ്റ്ലി. ഇപ്പോൾ ഒരു 10 വർഷത്തേക്ക് നോക്കുകയാണെങ്കിൽ എന്താണെങ്കിലും അതിൽ റിട്ടേൺസ് കിട്ടും. അത് നമുക്ക് ഓൾമോസ്റ്റ് ഷുവറായിട്ട് പറയാൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനെ ആ ഒരു ടൈം ഫ്രെയിം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ 2 സ്റ്റോക്കുകളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഒന്ന് പ്രീമിയർ എനർജി എന്ന് പറയുന്ന സ്റ്റോക്കും അതുപോലെ വാരി എനർജി എന്ന് പറയുന്ന സ്റ്റോക്കുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അനലൈസ് ചെയ്ത് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ 2 സ്റ്റോക്കുകളും നമ്മുടെ പേഴ്സണൽ അനാലിസിസ് മാത്രമാണ് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം, നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചതിന് ശേഷം മാത്രം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.